മാന്യ സദസ്സിന് എൻ്റെ നമസ്കാരം. അനന്തലക്ഷ്മി മ്യൂസിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 11ാമത്തെ വാർഷിക ആഘോഷം നടക്കുന്ന ഈ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അനന്തലക്ഷ്മി മ്യൂസിക് ഗ്രൂപ്പിന്റെ സ്വന്തം കുഞ്ഞു ഗായിക കാർത്തികയെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ പ്രകൃതിമതിൽ നീട്ടി മനസ്സിൽ വരൂന്നി തരൂപം പ്രകാശം പ്രപഞ്ചം വിളങ്ങാം. അനന്തലക്ഷ്മിയുടെ അനുഗ്രഹീത ഗായിക യേശുദാസിന്റെ തരംഗിണി സ്കൂൾ ഓഫ് മ്യൂസിക്കലിൽ നിന്നും ബിരുദാനന്തര ബിരുദം. ഇതുവരെ 7000-ലധികം സ്റ്റേജുകളിൽ പാടുകയുണ്ടായി. 30-ലധികം ഗാനങ്ങൾക്ക് സംഗീതം പകരുകയും 25-ൽ പരം ആൽബങ്ങളിൽ പാടുകയും ചെയ്തു. 1996-ൽ ഏഷ്യാനെറ്റിലെ സുഖമോ സ്വപ്നങ്ങൾ എന്ന സീരിയലിൽ പാടിക്കൊണ്ടാണ് പ്രൊഫഷണൽ വേദിയിൽ കടന്നു വന്നത്. ശ്രീമതി മിനി ഓമനക്കുട്ടനെ സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. അനന്തലക്ഷ്മി മ്യൂസിക്കിൻ്റെ 11ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഓമനക്കുട്ടനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ വേദി നല്ല രീതിയിൽ ധന്യമാക്കി തീർക്കാൻ വളരെ എഫേർട്ട് എടുത്ത് നമുക്കോടൊപ്പം വന്നു ചേർന്ന നമ്മുടെ മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ റാണി മോഹൻദാസ്, നമ്മുടെ ഉദ്ഘാടകയായ റാണി മോഹൻദാസ് മാഡത്തിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യ പ്രഭാഷകനും അനന്തലക്ഷ്മി മ്യൂസിക്കിൻ്റെ ഫൗണ്ടറുമായ രാജേഷ് ബാലരാമപുരത്തിന് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മോടൊപ്പം ഈ വേദി പങ്കിടുവാൻ എത്തിയ എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായ നമ്മുടെ ശാന്തി, നമ്മുടെ സൗദിനാൾ സംഗീത കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി ഇപ്പോൾ ഒരു സംഗീത അധ്യാപികയായും വളരെ വലിയ മേഖലകളിൽ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാന്തിയായും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രോഗ്രാം ഏജൻസി കോർഡിനേറ്റർ മുകുന്ദൻ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കിവിടെ ആദരവ് സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ SAT ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ജ്യോതി മാഡത്തിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ ഓൺ ദി വേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സുധി സുരേന്ദ്രനെയും മാർക്കോ ഫിലിമിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സുധി സുരേന്ദ്രൻ എത്തിയിട്ടില്ല. അപ്പം ഞാൻ അഡ്വാൻസായിട്ട് സ്വാഗതം പറയുകയാണ്. പിന്നെ നമ്മുടെ ഈശ്വര പ്രാർത്ഥന പാടിയ കാർത്തികയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മളെ ആങ്കറായിട്ട് വന്നിരിക്കുന്ന ആൻസി അലനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാവരെയും ഞാൻ ഒന്നുകൂടി എൻ്റെ സ്നേഹപൂർവ്വമുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ബഹുമാനപ്പെട്ട ഉദ്ഘാടക റാണി മോഹൻദാസ്, സ്വാഗതം പറഞ്ഞ മിനി ഓമനക്കുട്ടൻ, രാജേഷ് ബാലരാമപുരം, ശാന്തി അലൻ, മുകുന്ദൻ, സുധി സുരേന്ദ്രൻ, ജ്യോതി, കാർത്തിക, അസിൻ അലൻ, സദസ്സിൽ ഇരിക്കുന്ന മഹത്വ വ്യക്തികളെ, ഇന്ന് ഈ സുദിനത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരാൻ എത്തിയവർക്ക് എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അധികമായി ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सत्यप्रबोधमे सदा. സംഗീത ദേവതമാർക്ക് എൻ്റെ വിനീതമായ പ്രണാമം. സംഗീതത്തെ സ്നേഹിക്കുന്നവരും സംഗീതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും എന്നെപ്പോലെ സംഗീതത്തെ തീവ്രമായി സ്നേഹിക്കുന്നവർ, എന്നാൽ ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയില്ല. പക്ഷേ സംഗീതം ജീവനാണ്, പ്രാണനാണ്.
ദൈവനിയോഗം നമ്മുടെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ അഭിമാനമായ ദാസേട്ടനും കുടുംബമായിട്ട് വളരെയധികം എൻ്റെ ഒരു സ്വന്തം സഹോദരിയെ പോലെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ഭർത്താവിനെയും ഒക്കെ സ്നേഹിക്കുന്ന ആ കുടുംബം ഞങ്ങൾ തിരിച്ചങ്ങോട്ടും, അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം ഈ ജന്മത്തുണ്ടായി. നമ്മൾ മലയാളത്തെ സ്നേഹിക്കണം അല്ലേ? നമ്മൾ മലയാളികളാണ്. മലയാളികൾക്ക് മാത്രമേ മലയാളം സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയാണെന്നോ ആരും വിചാരിക്കരുത്. എനിക്കൊരു ചെറിയ സജഷൻ ഉണ്ട്, അതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ശരിയാണ്, വലിയ വലിയ ഗാനമേളകളിലൊക്കെ ഒരു ഓളം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഹിന്ദി പാട്ട് പാടണം. പക്ഷേ ആ ദേശക്കാര് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയാണ്, ഒന്നാണ്, ഇന്ത്യ ഈസ് മൈ നേഷൻ, ഓൾ ബ്രദേഴ്സ് ആൻഡ് മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്നൊക്കെ പറയും. പക്ഷേ എത്ര പേരുണ്ട് മലയാളത്തിൽ ഒരു മൂളിപ്പാട്ടെങ്കിലും ആ രാജ്യത്ത് പാടുന്നവർ, ആ നാടുകളിൽ പാടുന്നവർ? ഞാൻ പറയുമ്പോൾ അത് ഒരു കുറ്റപ്പെടുത്തലായിട്ടോ അതിൻ്റെ നല്ല സെൻസിൽ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. നമ്മുടെ പാട്ടുകൾ നമ്മളാണ് പാടേണ്ടത് അല്ലേ? മനോഹരമായിട്ട് പാടി. ഞാനിവിടെ വന്നിരുന്നതിന് ശേഷം കേട്ട 2 പാട്ടുകളും അതിമനോഹരമായിരുന്നു. പക്ഷേ അപ്പോഴും മനസ്സിലൊരു ചെറിയ കുശുമ്പോ കുന്നായ്മയോ, അവർ മലയാളം പാടിയിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായിരുന്നു എന്ന് മനസ്സിലൊരു ആഗ്രഹം വന്നു. സംഗീതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച 2 വ്യക്തികളെയാണ് ഞാനിവിടെ ഇന്ന് കണ്ടത്. അവർ 11ാം വർഷത്തിലേക്ക് അവരുടെ സബരിയ എത്തി നിൽക്കുന്നു. അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഞാൻ ശാന്തിയാണ് എന്നെ ഇവരെ കണക്ട് ചെയ്ത് തന്നത്. അവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെയും വലിയ പരിചയമില്ലായിരുന്നു. പക്ഷേ ശാന്തി പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപാട് നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന, ഹൃദയത്തിൽ നന്മയുള്ള 2 വ്യക്തികൾ ആണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അവരെത്രയോ ജനറേഷൻസ് ഓഫ് മ്യൂസീഷ്യൻസിനെ ഇതിനകം ഉണ്ടാക്കിയിരിക്കണം. അത് അവരുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് ഇൻ ദെയർ ലൈഫ്. ഓരോരുത്തരും ഒരു ഗുരു സ്ഥാനത്ത് അവരെ കരുതുമ്പോഴും അവരുടെ ഗുരു എന്ന് പറഞ്ഞാൽ ദൈവമാണ് അല്ലേ? അപ്പോൾ ഈ ഇന്നിവിടെ പ്രാർത്ഥന പാടിയ കുഞ്ഞ് എത്ര മനോഹരമായിരുന്നു. താങ്ക് യു സോ മച്ച് ഡിയർ, താങ്ക് യു ഫോർ ദ ലവ്ലി മൊമെൻറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ സാധാരണ പ്രാർത്ഥനകൾ എല്ലാവരും പാടാറുണ്ട്, പക്ഷേ ആ ഒരു ദിവ്യത്വം അതിൽ കൂടുതൽ അനുഭവപ്പെടണമെങ്കിൽ അതിലുള്ള ഡെഡിക്കേഷൻ ആയിരിക്കണം. ആ മുകളിൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹമാണ്. അങ്ങനെ ഓരോരുത്തരിലും പാടാൻ കഴിയുന്നവരിലും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ അങ്ങേയറ്റം പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു ഡെഡിക്കേഷനായിട്ട്, ഒരു ജീവിതത്തിൻ്റെ സാക്ഷാത്കാരമായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അത് കൂടുതലും എന്നെ പോലെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ കഴിയാത്ത ആൾക്കാർക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ, അതിൻ്റെ തീവ്രത മനസ്സിലാവുള്ളൂ. പാടി നോക്കാറുണ്ട്, ഞാൻ പാട്ട് പഠിക്കാനും ഒക്കെ ശ്രമിച്ചു. പക്ഷേ എനിക്ക് തന്നെ തോന്നി ഞാൻ ലോകത്തിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിരിക്കും അതെന്ന് കരുതി ഞാൻ പതുക്കെ സ്വരം നന്നായിരുന്നപ്പോൾ തന്നെ പാട്ടങ്ങ് നിർത്തി. പക്ഷേ എല്ലാവരും പാടണം. എല്ലാവർക്കും ആ സംഗീതം നമ്മുടെ ശരീരത്തിലും ആത്മാവിലും ഒക്കെ ഉണ്ട്. നമ്മൾ പാടുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തോട്ടാണ്. വി ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു എ ഡിഫറെൻറ്റ് വേൾഡ്. വേൾഡ് ഓഫ് മ്യൂസിക് ഈസ് ദ മോസ്റ്റ് അമേസിങ് തിങ്. ഞാൻ എപ്പോഴും എൻ്റെ ഈ കുഞ്ഞനുജത്തി ശാന്തിയെ ഞാൻ വഴക്ക് പറയാറുണ്ട്. ശാന്തി വേറെ പലതിലോട്ടും ഡൈവേർട്ട് ചെയ്ത് പോകും. ഞാൻ പറയും, ദൈവം അനുഗ്രഹിച്ചൊരു വരം തന്നിട്ടുണ്ട് അല്ലേ? അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ശരിയാണ്, ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമുക്ക് പാട്ടുകൊണ്ട് മാത്രം ജീവിക്കാനൊക്കെ പ്രയാസമാണ്. എനിക്കറിയാം ഓരോ ബുദ്ധിമുട്ടുകളും. ഞാൻ ഒരുപാട് ഈ ഉടനീളം ലോകത്ത് ഉള്ള പലരും, ലോകത്തൊന്നും മാത്രമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലും ഒക്കെയുള്ള പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ കോവിഡാനന്തരം എല്ലാം ഞാൻ കണ്ടു. പക്ഷേ എന്നാലും നമ്മളിലുള്ള ആ കല, സംഗീതം, വാസന, അത്
എത്രത്തോളം പരിപുഷ്ടിപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം ചെയ്യുക. ഒരുപാട് മ്യൂസിക് സ്കൂൾസ് ഉണ്ട്. അത് അവരെല്ലാം ആ പ്രവൃത്തി നടത്തിക്കൊണ്ട് പോവുകയാണ്. അത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. അവർക്കൊരു വലിയ കൈയടി കൊടുക്കണം. അവര് ചെയ്യുന്ന ഈ സൽപ്രവൃത്തി സംഗീതം മാത്രമല്ല, സംഗീതത്തിനോടൊപ്പം തന്നെ കൈപിടിച്ച് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. അതിനുമൊക്കെ ദൈവം അവർക്ക് വീണ്ടും വീണ്ടും ശക്തി പകരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാനിത് ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഗോഡ് ബ്ലെസ്സസ് ഓൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. സിനിമാ മേഖലയിലെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ സംഘടന രാജ്യത്തിന് പുറത്ത് ഖത്തർ, കുവൈറ്റ്, മസ്കറ്റ്, UAE എന്നീ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നു. സിനി ആർട്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും അനന്തലക്ഷ്മി മ്യൂസിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഫൗണ്ടർ കൂടിയാണ് രാജേഷ് ബാലരാമപുരം. അദ്ദേഹത്തെ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. അധ്യക്ഷൻ ഓമനക്കുട്ടൻ, ഉദ്ഘാടക റാണി മോഹൻദാസ് മാഡം, സ്വാഗത പ്രസംഗം നടത്തിയ പ്രിയ സഹോദരി മിനി ഓമനക്കുട്ടൻ, അതുപോലെ സംഗീത അധ്യാപികയും ഗാനരചയിതാവുമായ ശാന്തി അലൻ മാഡം, പ്രിയ സുഹൃത്ത് സുധി സുരേന്ദ്രൻ, സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വാങ്ങിയ SIT ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ K. ജ്യോതി, കോ പ്രൊഡക്ഷൻ ആൾ കേരള പ്രൊഫഷണൽ പ്രോഗ്രാം കോർഡിനേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുകുന്ദൻ, അതുപോലെ ഈശ്വര പ്രാർത്ഥന ആലപിച്ച കാർത്തിക, കൃതജ്ഞത പറയുന്ന സുരേഷ് കുമാർ, ഈ വേദിയിൽ സദസ്സിലിരിക്കുന്ന മറ്റ് പ്രിയ സുഹൃത്തുക്കളെ, 2014 അനന്തലക്ഷ്മി മ്യൂസിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങിയത്. ഇന്ന് 11 വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ മേഡം പറഞ്ഞു, മൂളിപ്പാട്ട് പാടുന്ന കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. പാടാൻ കഴിയാത്തതിൻ്റെ വേദന എനിക്കുമുണ്ട്. അതിവിടെ എൻ്റെ ഗായകർക്കും ഇപ്പോൾ സ്വാതപ്രസംഗം പറഞ്ഞ മിനിയോമനെക്കുട്ട എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ മാസത്തിലൊരു മന്ത്ലി പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാടാൻ ആഗ്രഹമുള്ളവർക്ക് വന്ന് പാടാൻ വേണ്ടി ഇന്നുണ്ട്. ഇന്ന് ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് 2 മണിക്ക് ശേഷം പേട്ട റെയിൽവേ സ്റ്റേഷനിലെ യങ് സ്പോർട്സ് ക്ലബിൽ വെച്ച് ആ പരിപാടിയുണ്ട്. ആ പരിപാടി തുടങ്ങിയതിന് ശേഷം അതുവരെ പാടാൻ വലിയ ആഗ്രഹമായിട്ട് നടന്ന ഞാൻ അന്ന് മുതൽ പാടാനും തുടങ്ങി. ഇന്ന് ഈ വേദിയിൽ ഞാനൊരു പാട്ട് പാടുകയും ചെയ്തു. എല്ലാവരും കേട്ടല്ലോ പാടുകയും. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. നമ്മൾ ഏത് ജോലി നമ്മൾ എന്തോ ആയിക്കോട്ടെ, ഏത് ജോലി ചെയ്യട്ടെ, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചിലര് നമ്മൾ ഇവിടെ വന്ന ഏകദേശം ഷോർട്ട് ഫിലിമുകളും ജഡ്ജസിന് അയക്കുന്നതിന് മുൻപ് ഞാൻ കണ്ടു. പക്ഷെ അതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം എന്താണെന്നറിയോ? എന്താണ്? നമ്മൾ രാവിലെ ഉറക്കമൊഴിച്ച് റെഡിയായി വൈകുന്നേരം വരെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയാണ് പല മനുഷ്യർക്കുള്ളത്. അവസാനം എന്ത് സംഭവിക്കും? നോക്കാൻ ആര് കാണില്ല, മക്കൾ കാണില്ല, ബന്ധുക്കൾ കാണില്ല, സ്വന്തക്കാർ കാണില്ല. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ആളുള്ളൂ എന്നുള്ളത് സത്യമാണ്. പക്ഷെ പൈസ ഉണ്ടായിരുന്നിട്ട് പോലും ജീവിക്കാൻ അവസാന കാലഘട്ടത്തിൽ സഹായിക്കാൻ ആരും ഇല്ലാത്ത സാഹചര്യങ്ങൾ വന്ന ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ഞാൻ കണ്ടു. അത് ഏകദേശം ഷോർട്ട് ഫിലിമിന്റെ നായകന്റെ പേര് ഞാൻ കണ്ടതിൽ ഇവിടെ വന്നിട്ടുള്ളതിൽ 10ഓളം എണ്ണത്തിന്റെ നായകന്റെ പേര് ബാലേട്ടൻ എന്നാണ്. അതെന്താണ് ആ പേരാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട, നമ്മള് ജീവിതം നമുക്കൊന്നേ ഉള്ളൂ. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള മരണവും ജീവിതവും ജനനവും മരണവും സത്യമാണ്. ആ സത്യത്തിനിടയിലുള്ള കുറച്ച് സമയമാണ് നമ്മുടെ ജീവിതം ഇല്ലേ? അപ്പൊ അതില് കുറച്ച് സമയം നമ്മള് കലാപരമായിട്ട്, അത് എന്ത് കലയായിക്കോട്ടെ, നമുക്ക് പാട്ട് പാടാം, ഗാനരചന, ഇങ്ങനെയെല്ലാം ചെയ്യാം. ഞാനും 50ഓളം ഗാനങ്ങളെ രചിച്ചിട്ടുണ്ട്. അതിനെനിക്കും കിട്ടി, മേഡത്തിന് കിട്ടിയ പോലെ കർമ്മശക്തി പുരസ്കാരം. അപ്പൊ ആ ഗാനങ്ങളിൽ തന്നെ ഞാൻ എഴുതിയ ഗാനങ്ങളിൽ ഭൂരിപക്ഷവും സംഗീതം ചെയ്തതും പാടിയതും നമ്മളെ മിനി ഓമനക്കുട്ടനാണ്. അത് മാത്രമല്ല നമ്മളെ ഗായകർക്ക് ഏകദേശം പേർക്കാനുള്ള അവസരവും കൊടുക്കുന്നുണ്ട്. 10ഓളം ഗായകര്
ഞാൻ എഴുതിയ പാട്ടുകളിൽ ആൽബത്തിൽ പാടിയിട്ടുണ്ട്. ആറ്റുകാലമ്മയെ കുറിച്ച് തന്നെ 10ഓളം പാട്ടാണ് നമ്മൾ ഒരുമിച്ച് ഒരു ആൽബം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയും. കുറച്ച് സമയം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കഴിയാത്തതൊന്നുമില്ല. ഞാൻ ആ ഒരൊറ്റ ശ്രമം കൊണ്ടാണ് കുറച്ച് പാട്ടുകൾ ഇങ്ങനെ പഠിച്ച് നമ്മൾ ഒന്ന് പാടുമ്പോൾ വീണ്ടും തോന്നും വീണ്ടും പാടണമെന്ന്. പക്ഷെ സംഗീതം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല, ഇപ്പോഴും ചികിത്സ കൂടിയാണ്. രോഗങ്ങൾ വരെ മാറ്റാൻ കഴിയുന്ന ഒന്നാണ്. മനസ്സിന് ഏറ്റവും കുളിർമ തരുന്ന ഒന്നാണ് സംഗീതം. പക്ഷെ അത് മേഡം പറഞ്ഞ ഹിന്ദി സംഗീതമൊക്കെ പറഞ്ഞ ശരിയാണ്. പക്ഷെ ശുദ്ധ സംഗീതം, രാധാശമോഹൻ നേരത്തെ ഒരു പാട്ട് പാടി പ്രമദപനം, ഇങ്ങനെയുള്ള ശുദ്ധ സംഗീതമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു കുളിർമ. പക്ഷെ അത് അധിക ശബ്ദമില്ലാതെ സ്റ്റേജുകളിൽ നമുക്കത് പറ്റില്ല. നമുക്ക് ഏകദേശം ഒരു 40,000 വേർഡ്സ് വോളിയം വെച്ചൊക്കെ പറ്റുള്ളൂ. പക്ഷെ നമ്മളത് ഒരു ഹാളിലായാലും വീട്ടിലായാലും ചെറിയ രീതിയിൽ സൗണ്ട് കുറച്ച് കേൾക്കുമ്പോൾ അത് ഒഴുകി വരുന്ന രീതിയിൽ നമുക്ക് തോന്നും. അപ്പൊ അത് നമ്മളെ മനസ്സിനൊരു കുളിർമ ഉണ്ടാവും, ഇല്ലേ? പിന്നെ ചാരിറ്റി, നമ്മുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഓരോ ഗാനമേള ട്രൂപ്പും 80,000, 85,000, 1,00,000 വരെ വാങ്ങി വലിയ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. നമ്മളും പ്രോഗ്രാം ചെയ്യുന്ന ബഡ്ജറ്റ് പ്രോഗ്രാമാണ്. 50,000 മുതലാണ് നമ്മൾ സ്റ്റാർട്ടിങ്. 50,000 രൂപ. നമ്മളെ ഗായകരെന്ന് പറയുന്നത് മറ്റ് ട്രൂപ്പുകളിലെ ഗായകർ വന്നിട്ട് പറയും എനിക്ക് 2,000 വേണം, 5,000 വേണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ഗായകർ അങ്ങനെയല്ല. അവര് വാങ്ങുന്ന പൈസയിൽ തന്നെ കുറച്ച് ചിലപ്പോൾ നമുക്ക് തന്നിട്ട് പോകും. എന്തിനാണെന്നറിയാം? വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയില്ല എന്ന് പറയില്ല. അതുപോലെയാണ് നമ്മളെ ചാരിറ്റി നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല നമ്മൾ അങ്ങനെ ചാരിറ്റി ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ അതിനു വേണ്ടി ഫോട്ടോ എടുത്ത് ആൾക്കാരെ അറിയിക്കുന്നില്ല. ചിലപ്പോ നമ്മളെ ഈ അനന്തലക്ഷ്മി കുടുംബത്തിലുള്ളവർക്ക് പോലും അറിയാത്തൊരു കാര്യമാണ് ഇപ്പൊ ചിലപ്പോൾ അറിഞ്ഞാണ് നമ്മൾ ചെയ്യുന്ന ചാരിറ്റി. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ 11ാം വർഷം ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തി. അതിൽ ഏകദേശം പേരും അവരുടെ കഴിവ് നല്ല രീതിയിൽ തെളിയിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിമില് 14 വേഷം ചെയ്ത ഒരാളുണ്ട് ഇവിടെ. വേൾഡ് ഗിന്നസ് അവാർഡ് വെച്ചതാണ്. അറിയാമോ ആരെങ്കിലും? ഡോക്ടർ സതീഷ് കുമാർ ആയിരിക്കണം. ഒരു ഷോർട്ട് ഫിലിമില് 14 വേഷവും അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത ദിവസം വേറൊരു അവാർഡ് വരുന്നുണ്ട്. അതും ഈ പ്രസ് ക്ലബിൽ വെച്ചാണെന്ന് അല്ലേ? നിരവധി അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ ഓരോ കഴിവുകൾ നമ്മളെ തെളിയിക്കുന്നതാണ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ നമ്മൾ തന്നെ സിനി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ എന്നുള്ള സംഘടന ഞാൻ തുടങ്ങി. 2018 തുടങ്ങി, 19 രജിസ്റ്റർ ചെയ്തു. പക്ഷെ ഇന്ന് സംഘടന കേരളത്തിലെ 14 ജില്ലകളിലും, തമിഴ്നാട്, കർണാടക, ഖത്തർ, മസ്കറ്റ്, കുവൈറ്റ്, UAE ഇത്രയും രാജ്യങ്ങളിലൊന്നും ഞാൻ പോയില്ല. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ സംഘടന തുടങ്ങി. ആ സംഘടന ആ രീതിയിൽ നല്ല രീതിയിൽ ഇപ്പോൾ വളർച്ചയോടുകൂടി സംഘടന മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നമ്മളെ കഴിവ് തെളിയിക്കുമ്പോൾ നമ്മളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, ഫെസ്റ്റിവലിലൊക്കെ അയക്കുന്നു. ഇതിൽ ഏകദേശം സംവിധായകരും സിനിമാ സംവിധായകരൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഇറങ്ങിയ 2 സിനിമ പുതുമുഖങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ പടങ്ങളെല്ലാം അഭിനയിച്ച നായകന്മാരും നായികയും അതിലെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ ഏകദേശം പേരും ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് കഴിവ് തെളിയിച്ചവരെയാണ് ആ സിനിമയിൽ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും 10 ആൾ അറിയപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, അല്ലേ? ഇപ്പോ നമ്മളും ചെയ്യുന്നുണ്ട് ഒരു 3 ഷോർട്ട് ഫിലിം. അതിന്റെ ഓഡിഷൻ കഴിഞ്ഞു ഏകദേശം പോലെ ആൾക്കാരെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി ഒരു 3 ആളിനെ കൂടി വേണം. ഒരു 30-നും 40-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പുരുഷനും 20-നും 26-നും ഇടയ്ക്കുള്ള 2 പെൺകുട്ടികളുമാണ് ആവശ്യം. അത് അഭിനയിക്കാൻ കഴിവുള്ളവരെയാണ്. അങ്ങനെയുള്ള വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ചവിട്ടുപടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ കുറേ വർഷം കൊണ്ട് 11 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. 11 വർഷം ഒന്നാലോചിച്ച് നോക്കൂ. ഈ 11 വർഷവും നമ്മൾ ചില ട്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരു ചാരിറ്റി തുടങ്ങിയാലും 4 ദിവസം കഴിയുമ്പോൾ അതിനെ കുറിച്ചുള്ള ഒരുപാട് പരസ്യങ്ങൾ വരും. എന്തോന്നാണ് ഫേസ്ബുക്കിൽ വരുന്നത് അറിയാം. അവിടെ നിന്ന് 10,000 വാങ്ങിച്ചു, ഇവിടെ കൊണ്ടുവന്ന് 500 കൊടുത്ത് ബാക്കി പോക്കറ്റ് യൂസ് അല്ലേ? നമ്മൾ ചാരിറ്റി ചെയ്യുന്നു, നമ്മൾ ഒരാളിൻ്റെ അടുത്തും പറയില്ല. അതിനടുത്ത് പത്രത്തിൽ പോസ്റ്റ് ചെയ്യാറില്ല, ഫേസ്ബുക്കിൽ ഇടാറില്ല, വാട്സപ്പിൽ ഇടാറില്ല. കാരണം അങ്ങനെ ഇടേണ്ട കാര്യമില്ല. അങ്ങനെ ഇടുമ്പോൾ എന്തായാലും വിമർശനങ്ങൾ വരും, ഇല്ലേ മേഡം? വിമർശനം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിമർശനം വരും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ പോലും അറിയാതിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ആ ചെയ്ത് ആ ഫലം കിട്ടിയ ആള് എന്നായിരുന്നാലും നമ്മളെ കാണുമ്പോൾ അവർക്ക് നമ്മുടെ അടുത്തൊരു സ്നേഹം ഉണ്ടാവും. അത് മതി. അപ്പൊ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. 1-2 പേര് എത്തിയിട്ടില്ല. നമ്മള് സ്ഥിരം
അനന്തലക്ഷ്മി മ്യൂസിക്, സിറ്റി കമ്മ്യൂണിക്കേഷൻ, 2 ഗാനമേള ട്രൂപ്പുണ്ട് നമുക്ക്. സിറ്റി കമ്മ്യൂണിക്കേഷൻ, ഈ രണ്ടിനും പ്രോഗ്രാം നൽകിക്കൊണ്ടിരിക്കുന്നത് സിത്താര പ്രോഗ്രാം ഏജൻസിയാണ്. ജെയിംസ് മൈലച്ചിലാണ്. പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, കഴിഞ്ഞ ദിവസം അഡ്മിറ്റായി കിടക്കുക. അതാണ് പുള്ളി വരാൻ കഴിയാത്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ പരിപാടിയിൽ വന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അടുത്ത ഫെസ്റ്റിവൽ ഉടൻ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ചെറിയ ഒരു സമ്മാനം കൂടി ഉണ്ടാവും. ആ ഫെസ്റ്റിവലിൽ വിജയികൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം ഉണ്ടാവും. അതിൻ്റെ പോസ്റ്റർ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കൈകളിലെത്തും. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ രാജേഷ് ബാലരാമപുരം. അടുത്തതായി ഉണ്ണിമുകുന്ദൻ നായകനായി അഭിനയിച്ച മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് മൂവിക്ക് കൂടി പാൻ ഇന്ത്യ പദവിയിലേക്ക് ഉയർന്ന തിരുവനന്തപുരത്തിന്റെ സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രീ സുധി സുരേന്ദ്രനെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ സുധി സുരേന്ദ്രൻ. ഇപ്പോൾ പറഞ്ഞ പോലെ മാർക്കോ മൂവിയുടെ മേക്കമാനാണ്. മാർക്കോ മൂവി ഇപ്പോൾ കണ്ടിരിക്കും. വയലൻസ് കൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടൊരു പടമാണ്. അത് പാൻ ഇന്ത്യ ലെവൽ വരെ എത്തി. അതിൽ ഭയങ്കര അവാർഡ് കിട്ടി. രാജേഷ് ചേട്ടൻ എൻ്റെ എന്താ പറയുക, എൻ്റെ ചെറുപ്പകാലം പോലെ എനിക്കറിയാവുന്ന ഒരു സുഹൃത്താണ്. എൻ്റെ വീട്ടിനടുത്താണ്. അപ്പോൾ എന്നെ ഈ പ്രോഗ്രാമിന് വിളിക്കാനും കാരണം രാജേഷ് ചേട്ടന് ഞാൻ കലാജീവിതം തുടങ്ങുന്നതേ രാജേഷൻ അറിയാം. പഠിത്തം കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ സിനിമയിലോട്ട് പോവുകയാണ് ചെയ്തത്. മേക്കപ്പ് അസിസ്റ്റൻ്റായി അങ്ങനെ മേക്കപ്പിൽ നിന്നു. അങ്ങനെ ഇപ്പോൾ 18 വർഷമായിട്ട് സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് പടം ജയ ജയ ഹേ എന്നുള്ള മൂവിയായിരുന്നു. അതിലാണ് ഞാൻ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് മേക്കപ്പ്മാനായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന പടമാണ് ഫാലിമി, ഗുരുവായൂർ അമ്പലനടയിൽ, വാഴ. ഇപ്പോൾ വാഴ 2 ആലുവയിൽ ഷൂട്ട് നടക്കുകയാണ്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും അനന്തലക്ഷ്മി മ്യൂസിക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം. എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഞാൻ സ്വാഗതം അറിയിക്കുന്നു. പിന്നെ എന്താ പറയുക, എന്തായാലും ഈ ഒരു നല്ലൊരു ചാരിറ്റി വർക്ക് രാജേഷൻ പണ്ട് പോലെ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് ഉപരി ഈ ചാരിറ്റി വർക്ക് പുള്ളിക്ക് ഭയങ്കര ഒരു മുൻഗണനയാണ്. അതിലാണ് എനിക്ക് ഭയങ്കര ഒരു പുള്ളിയോടൊരു എന്താ പറയുക അടുപ്പം തോന്നിയത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊരു എന്താ പറയുക ലാഭം നമുക്ക് കിട്ടുന്ന ഒരു വിഹിതത്തിൽ നിന്ന് പാവങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ വയ്ക്കുക, പല ആൾക്കാരുടെ കഴിവ് വെളിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നതും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇവിടെ വരാനും എല്ലാവരും കാണാനും സാധിച്ചതിൽ വളരെ സന്തോഷം. ഇനി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി. അടുത്തതായി തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ പഠനം, സംഗീത അധ്യാപികയും ഗാനരചയിതാവും, സത്യജിത്രി ഫിലിം സൊസൈറ്റി പുരസ്കാരം, ഇന്ത്യൻ ആർമി പുരസ്കാരവും, പല രാജ്യങ്ങളിലെ ഗായകരെ കോർത്തിണക്കി ക്രിയേറ്റീവ് മെലഡീസ് വേൾഡ് ഓർഗനൈസേഷൻ ഫൗണ്ടർ, സാൻഡ്ര കൾച്ചറൽ അക്കാദമി ഫൗണ്ടർ, ഫ്രണ്ട്സ് അറ്റ് 916 ഫൗണ്ടർ ശ്രീമതി ശാന്തി അലിനെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രാസംഗികമൊന്നുമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പാടാൻ പഠിപ്പിക്കാൻ അറിയാമെന്നുള്ളതല്ലാതെ സംസാരിക്കാൻ വലിയ പിടിയില്ല. എങ്കിലും എനിക്കിവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പറയുക എന്നുള്ളത് ചെയ്യണമല്ലോ. പിന്നെ അനന്തലക്ഷ്മി മ്യൂസിക് തുടങ്ങിയിട്ടെന്ന് 11ാമത് വർഷം. അതിൻ്റെ സാരഥി എന്ന് പറയുന്നത് ശ്രീ ഓമനക്കുട്ടൻ, മിനി ഓമനക്കുട്ടൻ. ശരിക്കും പറഞ്ഞാൽ മിനിയും ഞാനും ഒരുപാട് വർഷത്തെ സുഹൃത്തുക്കളാണ്. സ്കൂൾ കാലം മുതൽ 6ാം ക്ലാസ് മുതൽ അല്ലേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ പഠിച്ചതാണ്. പക്ഷെ അതിലൊരു മത്സരം കൂടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ വേറെ സ്കൂളിൽ നിന്ന് മാറി മിനി പഠിച്ച സ്കൂളിലേക്ക് വരുമ്പോൾ അവിടുത്തെ വലിയ പാട്ടുകാരിയായിരുന്നു മിനി. അന്നേരം കോമ്പറ്റീഷനൊക്കെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഞാനും മിനിയായിരുന്നു കട്ടയ്ക്ക് നിന്നിരുന്നത്. അതിൽ പ്രൈസും കൊണ്ട് പോകും. ചിലപ്പോൾ ഞാൻ പോകും, ചിലപ്പോൾ മിനി പോകും. അങ്ങനെ ഒരു പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി. അങ്ങനെയുള്ള ഒരു ബന്ധം അത് വളർന്നു വന്നു. ഈ പറയുന്ന പോലെ നമ്മൾ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരിയും കാലം വിളിക്കുക, ഒരുപാട് സംസാരിക്കുക, ഒരുപാട് നാൾ കാണുക, അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ. വല്ലപ്പോഴും വിളിച്ചാലായി, വർഷങ്ങൾ കൂടുമ്പോൾ വിളിച്ചാലായി. ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അല്ലേ മിനി, ഒരു 4 വർഷം 5 വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു മിനി എന്നെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് വിളിച്ചത്. വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ശാന്തി ഈ ഒരു പ്രോഗ്രാമിന് എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഉദ്ഘാടക വേണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് റാണിയമ്മയാണ്. കാരണം നമ്മളൊരു മ്യൂസിക്കായിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഉദ്ഘാടനത്തിന് സാധാരണ കാണുന്നൊരു മ്യൂസിഷ്യനെ വിളിക്കുക, അല്ലെങ്കിൽ ഗായികയെ വിളിക്കുക, ഗായകനെ വിളിക്കുക അല്ലേ.
നമ്മൾ ചെയ്യാം. പക്ഷെ അതിനപ്പുറം ഇപ്പൊ റാണിയമ്മ പറഞ്ഞതുപോലെ, റാണിയമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്ന റാണിയമ്മ എന്നല്ല, റാണി മോഹൻദാസ് ആണ്. റാണിയമ്മ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അതില് നമ്മളെ കെയർ ചെയ്യുന്ന അതുപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ റാണിയമ്മ, ഞാനെന്ന് മാത്രമല്ല എല്ലാവരും റാണിയമ്മനെ വിളിക്കാറുള്ളൂ. ഞാൻ കേട്ടിട്ടുള്ളതും അതാണ്, ഞാൻ വിളിക്കുന്നതും അതാണ്. അപ്പൊ അങ്ങനെ റാണിയമ്മയുടെ റാണിയമ്മ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു മിനി ഇങ്ങനെ അതിനാപ്റ്റായിട്ടുള്ള ഒരാളുണ്ട്, പക്ഷെ മിനിക്ക് അറിയില്ല. മിനി പറഞ്ഞു എന്നാ വിളിച്ചോ. അപ്പൊ കണ്ടു, ഫോട്ടോയൊക്കെ കണ്ടു, ഇതാരാന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇന്ന ആളാണ്, വിളിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, അപ്പൊ ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഗൂഗിളോ എന്തൊക്കെ എടുത്ത് നോക്കിയെന്ന് തോന്നുന്നു. വലിയ ആളല്ലേ, ഇതെങ്ങനെ വരും? ഒരു കുഴപ്പമില്ല, ഞാൻ പറയാം. പക്ഷെ സമയം ഉണ്ടെങ്കിൽ ആളും തരവൊന്നും നോക്കാതെ റാണിയമ്മ വരും. സമയം ഉണ്ടെങ്കിൽ ഭയങ്കര തിരക്കുള്ള ആളാണ്. എന്തായിരുന്നാലും ഈ ഒരു ചടങ്ങിലേക്ക് റാണിയമ്മ വന്നത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. പിന്നെ രണ്ടാമത് പറയേണ്ടത്, ഇപ്പോൾ ശ്രീ രാജേഷ് ബാലരാമപുരം പറഞ്ഞതുപോലെ നമ്മൾ കുറേ ചാരിറ്റി, ഞാൻ പറയുന്ന പേര് കറക്റ്റാണോ? രാജേഷ് ബാലരാമപുരം. ഓക്കെ. നമ്മൾ കുറേ ചാരിറ്റി ചെയ്യുമ്പോഴത്തേക്കും അത് വിളിച്ചു പോവേണ്ട ആവശ്യമില്ല. പലരും അറിയിക്കാതെ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയും. ഞാൻ 29 വർഷമായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്, സാന്ദ്ര കൾച്ചറൽ അക്കാഡമി എന്ന് പറയുന്ന ഒരു മ്യൂസിക് സ്ഥാപനം തുടങ്ങിയിട്ട്. പക്ഷെ അതുവഴി ഒരുപാട് ചാരിറ്റി ചെയ്തിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം വളരെ കുറവാണ്. അതിൽ ഏറ്റവും മികച്ച ഒന്ന് ഞാൻ പറയാം. ഒരു കുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ക്യാൻസർ പേഷ്യൻ്റാണ്, എൻ്റെ മോന് സർജറി അല്ലാതെ യാതൊരു വഴിയില്ല, RCCയിലാണ്, എങ്ങനെയെങ്കിലും വേണം രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു 5 ദിവസം എനിക്ക് തന്നു. 5 ദിവസത്തിൽ 2019 ഞാൻ പഠിപ്പിച്ച ഒരു 6 വയസ്സുകാരനും പിന്നെ ഒരു 16 വയസ്സുകാരനും, ഈ 2 കുട്ടികളെയും കൊണ്ട് ഞാൻ ശംഖുമുഖത്തും മോൾ ഓഫ് ട്രാവൻകൂറിലും അവരുടെ പെർമിഷൻ എടുത്തിട്ട്, ഗവൺമെന്റിന്റെ ടൂറിസ്റ്റിന്റെയൊക്കെ പെർമിഷൻ എടുത്തിട്ട് നോൺ സ്റ്റോപ്പായിട്ട് വൈകുന്നേരങ്ങളിൽ പാടിയിട്ട് 4 ലക്ഷം രൂപ ഞങ്ങൾ സമാഹരിച്ചു. അന്നത്തെ കടകംപള്ളി മിനിസ്റ്റർ വഴി ആ കുട്ടിക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് വലിയൊരു പരസ്യമോ, പത്രങ്ങളിൽ വന്നിരുന്നു, പരസ്യമോ അതിനു വേണ്ടിയിട്ട് എനിക്ക് അവാർഡോ അംഗീകാരമോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യം അവിടെ ചെയ്യാന്നുള്ളതാണ്. ഇതുപോലെ ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് പലരും അറിഞ്ഞിട്ട് നമ്മളെ പോയിട്ട് അല്ലെങ്കിൽ നമുക്കതിൽ എന്തെങ്കിലും നേട്ടം ഇല്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനാണ് അർത്ഥം ഉണ്ടാവുക. അപ്പൊ അത് ഇപ്പോഴും എന്നെ പോലെ തന്നെ മിനിയും ചെയ്യുന്നുണ്ട്, മിനിയുടെ ഗ്രൂപ്പ് മെമ്പേഴ്സും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്ത്, സുധീഷ് സുരേന്ദ്രൻ, ശ്രീമതി ജ്യോതി, ശ്രീ മുകുന്ദൻ, ശ്രീ ജെയിംസ് മലച്ചൽ, ശ്രീ സുരേഷ് കുമാർ, ഇവർക്കൊക്കെ അംഗീകാരമുണ്ട് അല്ലേ, അവാർഡ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഞാൻ ആശംസ പറയുകയാണ്. അതുപോലെ ഞങ്ങളെ കേൾക്കാനും അല്ലെങ്കിൽ ഈ പരിപാടിക്ക് വന്ന എല്ലാവർക്കും പിന്നെ സ്നേഹപൂർവ്വം ആശംസ പറയുന്നുണ്ട്. അതുപോലെ എൻ്റെ ഒരു കാര്യം കൂടെ, എൻ്റെ മോളാണ് ഇവിടെ ആങ്കർ ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ റാണി മാഡത്തിനെ പറ്റി ഒന്നും പറയാൻ അറിയില്ല, അപ്പൊ എന്ത് ചെയ്യും? അപ്പോൾ ഇതിലൊരു ആങ്കറിനെ കൊണ്ടുവന്ന് എന്തെങ്കിലും പറയിക്കുന്നതിനേക്കാളും ഉപരി റാണിയമ്മയെ പറ്റി A-to-Z എൻ്റെ മോൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പം അതിൽ ആപ്റ്റായിട്ടുള്ള ആള് മോളാണ്, അവൾ ആങ്കർ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ തലേദിവസം തന്നെ ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഇങ്ങനെ, അവൾ പെട്ടെന്ന് എടുക്കൂല, കാരണം പഠിക്കുന്നൊക്കെ ആയതുകൊണ്ട് അവൾ പെട്ടെന്ന് എടുക്കില്ല. മിനി ആൻറ്റിയുടെ മോളെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ പറഞ്ഞു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം അത് മോളാണ്, എൻ്റെ മോളാണ്. അപ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു ഈ അനന്തലക്ഷ്മി മ്യൂസിക് ഗ്രൂപ്പിന്. ഇനിയും അങ്ങോട്ട് മുൻപോട്ട് വലിയ രീതിയിൽ ഈശ്വരൻ്റെ കൃപയും കടാക്ഷം കൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വലിയൊരു സർജറിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ട്രീറ്റ്മെൻറ്റും മെഡിസിൻ എടുത്തിട്ട് നിങ്ങൾ കാണുന്ന രൂപമല്ല. ഇപ്പം എനിക്ക് പരിചയമുള്ളൊരു അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. MBSലല്ല, നമ്മൾ ഒരുമിച്ച് M ജയചന്ദ്രനും ഞാനും പ്രിയയും MGയുടെ വൈഫും ഇദ്ദേഹമൊക്കെ നമ്മൾ MBS യൂത്ത് ഉണ്ടായിരുന്നു വർഷങ്ങളോളം. അന്ന് ഞാൻ കാണുന്നത് ഇതല്ല, വളരെ അല്ലേ. അപ്പൊ ഇപ്പോൾ ആ മെഡിസിനൊക്കെ കൊണ്ട് ഞാനിങ്ങനെ വല്ലാതിരിക്കുകയാണ്. പാടുന്നതിനും അത് എഫക്ട് ചെയ്യും, തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടുകൊണ്ട്. അപ്പൊ എപ്പോ കണ്ടാലും റാണിയമ്മ എന്നെ പാടിക്കും പാട്ട്. ത്രോട്ട് നല്ല സുഖമില്ല. സർവമംഗളമംഗളി
शिवे सर्वात्प्रसादिनी शरण्ये त्र्यम्बिके गौरी नारायणी नमोस्तुते. നന്ദി ശ്രീമതി ശാന്തി. അടുത്തതായി, ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പടർന്നു പന്തലിച്ച വ്യക്തിത്വം, കേരള പ്രൊഫഷണൽ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഉണ്ണിമുകുന്ദൻ കണ്ണൂരിനെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അനന്തലക്ഷ്മി മ്യൂസിക് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇന്നത്തെ വാർഷിക പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഓമനക്കുട്ടൻ മകൾ, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പുരസ്കാര ജേതാവ് കൂടിയായ റാണി മോഹൻദാസ്, മറ്റ് വേദിയിലെ ഏറെ പ്രിയപ്പെട്ടവരെ, സദസ്സിലെ ഏറെ സ്നേഹം നിറഞ്ഞവരെ, സംസാരിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു കണ്ണൂരിൽ നിന്ന് വന്ന ആളാണ് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ദീർഘമായ പ്രസംഗം നടത്തണമെന്ന് ആഗ്രഹിച്ച് വന്നതല്ല. ഞാൻ 3-4 ദിവസമായി 5ഓളം ദിവസമായി ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ കാര്യത്തിനല്ല, എൻ്റെ ഭാര്യ സഹോദരൻ്റെ കാര്യത്തിന് വേണ്ടി മംഗലാപുരം ഹോസ്പിറ്റലായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും എന്തായാലും ഈ പരിപാടിക്ക് എത്തണം എന്നുള്ള ഒരു വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ വരാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. 5 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുമ്പോഴുള്ള അവസ്ഥ അറിയാം. വസ്ത്രങ്ങളൊക്കെ ഇട്ട് മാറി കഴിഞ്ഞു. വേറൊരു വസ്ത്രം മാറാനില്ല. വീട്ടിൽ പോകാൻ സമയമില്ല. വഴിക്കുന്ന വരുമ്പോൾ ഷർട്ട് മേടിച്ചിട്ട് പുതിയ കാണാം അലമ്പും കൂടി ചെയ്യാതെയുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, എന്നെ ക്ഷണിച്ച വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ബാലരാമപുരം എൻ്റെ സംഘടനയുടെ സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്നേഹപൂർവമായ ആ ഒരു ക്ഷണം അത് നിരസിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഓടിയെത്തിയത്. ഇതേ സ്നേഹം തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെയുള്ള മറ്റുള്ളവർക്കും അദ്ദേഹം പകർന്നു കൊടുക്കുന്നുണ്ടാവുക എന്നുള്ളൊരു തിരിച്ചറിവ്. അതിനെ അവഗണിക്കുന്നത് തീർത്തും ശരിയല്ല എന്നുള്ളൊരു ബോധ്യമാണ് എന്നെ ഇവിടെ എത്തിച്ചേർത്തുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിച്ച് കാട് കയറി പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ഒരു സംഘടന എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു, ഞാനവിടെ ഇരിക്കുമ്പോൾ അനന്തലക്ഷ്മി എന്നുള്ളൊരു പേര് എന്താണ് എന്ന് ചോദിക്കാനുള്ള വ്യക്തമായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനവിടെ ഇരുന്ന് ഇങ്ങോട്ടേക്ക് നോക്കപ്പോൾ അനന്തലക്ഷ്മി എന്നുള്ള പേരിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മനോഹരമായൊരു പിഞ്ചു ബാലികയുടെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലായത്. അദ്ദേഹം വിവരിച്ചപ്പോൾ ഒരു 5-6 പേരുടെ പേരിൻ്റെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ആ പേര് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞത്. ഞാൻ കരുതി ഏതോ ഒരു കുഞ്ഞുമകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണോ എന്ന് ഞാൻ അവിടെ ഇരുന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എന്ന് സൂചിപ്പിക്കലാണ്. അപ്പോൾ എന്തായാലും ഒരു കലാ സാംസ്കാരിക സംഘടന എന്ന നിലയിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ കുറേ പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നാലും നിരവധിയായ കാര്യങ്ങൾ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന നിലയിൽ കുറേ നല്ല നല്ല പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് വാക്കുകളിലൂടെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്, ആർക്കൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് വെളിപ്പെടുത്താൻ തൽക്കാലം നിർവാഹമില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിലും അവരുടെ ആ ഒരു നല്ല മനസ്സ്, ആ നല്ല മനസ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഇരുന്നപ്പോൾ, ഞാൻ സദസ്സിൽ ആദ്യം വന്നപ്പോൾ സദസ്സിൽ തന്നെയാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ കണ്ടത് ഇവിടെ വന്ന് പാടിയവർ, ആ പാടിയവർക്കൊരു ഏറ്റക്കുറച്ചിലില്ല. പാടി തുടങ്ങിയവരായാലും ശരി, ഗാനത്തിൻ്റെ ഉത്തുംഗ ശൃംഖലം വെട്ടിപ്പിടിച്ചവരായാലും ശരി, എല്ലാവർക്കും തുല്യ പരിഗണന കൊടുത്തുകൊണ്ട് വളരാനുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ വളർന്നു വരുന്നവരുടെ സഹായം തേടിക്കൊണ്ട് മറ്റുള്ളവർക്ക് അതിൻ്റെ ഗുണകരമാകുന്ന രൂപത്തിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടന എന്നുള്ളതാണ് അനന്തലക്ഷ്മിയെ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ചെറിയ നിമിഷം കൊണ്ട് എനിക്ക് അത്ര മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ ഇതിൻ്റെ അടിവേര് എത്രത്തോളം വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ചടങ്ങിൽ എത്താൻ പറ്റിയത്, എത്ര ത്യാഗം സഹിച്ചാലും ഇവിടെ എത്തിയത് തന്നെ എനിക്ക് വളരെ സന്തോഷം തരുന്നു. അപ്പോൾ ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾക്കൊക്കെ
സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ടായിരുന്നു. മൈലച്ചൻ, ജെയിംസ് മൈലച്ചൻ, സിത്താര പ്രോഗ്രാം ഏജൻസിയുടെ കോർഡിനേറ്ററാണ്. അദ്ദേഹത്തിന് അസുഖമായിട്ട് ഹോസ്പിറ്റലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് കാണാമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും മുന്നോട്ടുള്ള വഴികളിൽ സംഗീതം തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യമായിട്ട് അവർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ കൂടി മറ്റുള്ള എല്ലാ കലാപരമായ കാര്യങ്ങൾക്കും ഇപ്പം നേരത്തെ ഞാൻ കുറച്ച് ആകാംക്ഷയോടെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരു മിമിക്രി ആരോ കാണിക്കും, ഒരു 5 മിനിറ്റ് നടത്താത്തതെന്നൊക്കെ പറയുന്നേ കേട്ടു. പക്ഷെ അത് കാണാൻ സാധിച്ചില്ല. എന്തായാലും കാണാൻ പറ്റുമെന്നുള്ളതാണ് കരുതുന്നത്. അതുപോലെ തന്നെ വിവിധ മേഖലയിലെ കലാകാരന്മാരെ ചേർത്ത് നിർത്തുകയും അവർക്കൊക്കെ ആവശ്യമായ പ്രോത്സാഹനം കൊടുത്ത് മുന്നേറുമ്പോൾ ഒരു സംഘടന എന്ന നിലയിൽ ശക്തി പ്രാപിക്കും. അതോടൊപ്പം ഈ നമ്മുടെ തിരുവനന്തപുരത്തിന് മണ്ണിലും അതുപോലെ തന്നെ കേരളം അങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തലിച്ച് അതിൻ്റെ പേര് എത്രത്തോളം ഉയരം എത്താൻ പറ്റും അത്രത്തോളം ഉയരം എത്തിക്കാൻ സാധിക്കട്ടെ അനന്തലക്ഷ്മി മ്യൂസിക്കിന്റെ പ്രവർത്തകർക്ക് എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. നന്ദി ശ്രീ മുകുന്ദൻ. അടുത്തതായി 2025 സംസ്ഥാന സർക്കാരിന്റെ സിസ്റ്റർ ലിലി പുതുശ്ശേരി അവാർഡ് ജേതാവ് ശ്രീമതി കെ ജ്യോതിയെ ആശംസ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന ചില മുഖങ്ങളെ എനിക്ക് പരിചയമുണ്ട്. പിന്നെ ഉദ്ഘാടകയെ കുറിച്ച് ഞാൻ 1-2 വാക്കുകൾ പറഞ്ഞോട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിയെ അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ 2 മക്കളെയും കൊണ്ട് ഞാൻ മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിൽ എൻട്രൻസ് എഴുതിക്കാനായിട്ട് പോയ ഒരു പരിചയം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തി ആ ഫുൾ ടൈം അവിടെ ഇരുന്നപ്പോഴും ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. അല്ല എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം പറയാതിരിക്കാൻ വയ്യ. നമ്മൾ അത് ചെറിയൊരു മഴക്കാലം കൂടെ ആയിരുന്നു. അപ്പോൾ ആ മഴ വരുന്ന ഒരു സീനും പിന്നെ ആ കുറച്ച് പൊക്കത്തിലാണല്ലോ, എന്ത് ഭംഗിയാണെന്നറിയോ ആ സ്ഥലം കാണാനായിട്ട്. അപ്പോൾ എന്തായാലും അതത്രയും ഭംഗിയായിട്ട് അങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിത്വങ്ങൾക്ക് മനസ്സിലൊരു കലാകാരിയുടെ ഭാവം കൂടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതാണ് എനിക്ക് ഇതുമായിട്ട് പറയാനുള്ളത് മേഡം. പിന്നെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു വ്യക്തി എൻ്റെ പ്രിയപ്പെട്ട മിനിയാണ്. വർഷങ്ങളായിട്ട് SITയിലെ ഞങ്ങളൊരു കുടുംബം, SIT എന്ന് പറയുമ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജ് പോലെയല്ല, ഞങ്ങൾ പറയുക SIT ഫാമിലി അല്ലെങ്കിൽ SIT കുടുംബം. ആ കുടുംബത്തിലെ 2-3 മുഖങ്ങളിവിടെ ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് സ്റ്റാഫേ ഉള്ളൂവെങ്കിലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പമുള്ളൊരു കാര്യമാണ്. അങ്ങനെ പരിചയപ്പെട്ടതാണ് പ്രിയപ്പെട്ട മിനിയെ. നിങ്ങൾക്കറിയാലോ, ഹോസ്പിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ട്രെസ്സിൻ്റെ അങ്ങേ തലയ്ക്കൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ആ സ്ട്രെസ്സിനിടയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു റിലാക്സേഷൻ, ഒരു മെൻ്റൽ സ്ട്രെയിൻ കുറയ്ക്കാനുള്ള ഒരു വേദി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ SITയിലെ കുറച്ച് കലാകാരന്മാർ, ഞാൻ പാട്ടൊന്നും പാടില്ല മാഡം പറഞ്ഞ പോലെ, പക്ഷേ നന്നായിട്ട് ആസ്വദിക്കും. പ്രമോദവനമൊക്കെ ഇങ്ങനെ സുന്ദരമായിട്ട് കേട്ട് ഉറങ്ങാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പാട്ടിനോട് ഒരുപാട് ഇഷ്ടം. ചുവട് വയ്ക്കുമായിരുന്നു, ഇപ്പോൾ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ എഴുത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. ഞാൻ രാജേഷിനോട് പറയുകയും ചെയ്തു വീട്ടിൽ വന്നപ്പോൾ ഞാനും അല്പം എഴുതും. അതുകൊണ്ട് തന്നെ ഒരു കലാകാരി എന്നുള്ളൊരു ഹൃദയം എനിക്കുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു സാരംഗം എന്ന് പറഞ്ഞിട്ട് ഒരു കലാവേദി ഞങ്ങൾ 2014 ഞങ്ങളുടെ SITയിൽ ഞങ്ങൾ രൂപീകരിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ മിനിയായിട്ടുള്ള പരിചയം അന്ന് തുടങ്ങിയാണ് കുറച്ച് സ്ട്രോങ് ആവുന്നത്. കാരണം അതിലെ ഗായിക SITയുടെ വാനമ്പാടി എന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു. വളരെ പിന്നെ എന്താ പറയുക, പിച്ചിൽ പാടേണ്ട പാട്ടുകളൊക്കെ നല്ല ഭംഗിയായിട്ട് പാടി തീർക്കുന്ന മിനിയായിരുന്നു സാരംഗിൻ്റെ ഏറ്റവും നല്ല ഗായികയായിട്ടുണ്ടായിരുന്നു. 2 വർഷം ആ സാരംഗിൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് മിനിയെ ഒരുപാട് അടുത്തറിയാനും ഞങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം ഉടലെടുക്കാനും സാധിച്ചത്. പിന്നെ ഞാൻ ഇപ്പോൾ 2025 ബെസ്റ്റ് നഴ്സ് അവാർഡ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കിട്ടിയപ്പോൾ അത് എല്ലാ വേദിയിലും ഞാൻ പറയുന്നൊരു കാര്യം, അത് എൻ്റെ മാത്രം കഴിവല്ല. ഞങ്ങൾ ഒരു കൂട്ടം, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്
ഏറ്റവും റിസ്ക് ഉള്ള ഏരിയയിലാണ്, ലേബർ റൂമിൻ്റെ ചാർജാണ് ഞാൻ. അപ്പോൾ ഒരു ജനനം എന്ന് പറയുന്ന ഒരു പുണ്യകർമ്മത്തിന് എന്നും സാക്ഷിയാവാൻ സാധിക്കുന്ന, അതിന് ആ ഒരു മേഖലയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാർജുള്ള നിലയ്ക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ അവിടെ വർക്ക് ചെയ്ത ഈ അവാർഡ് എനിക്ക് കിട്ടിയത് ആ ഒരു ലേബർ റൂം ടീമിൻ്റെ, ഇത് എൻ്റെ മാത്രം അവാർഡല്ല, ഞങ്ങൾ ലേബർ റൂം ടീമിൻ്റെ അല്ലെങ്കിൽ SITയുടെ മൊത്തം അവാർഡാണെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. അത് എനിക്കറിയാം, എന്നുവെച്ചാൽ ഒരാൾക്കും ഒരിക്കലും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ അവാർഡിന് എന്നെ അർഹയാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്നോടൊപ്പം തോൾ ചേർന്ന് നിൽക്കാൻ ഒരു കൂട്ടം ആളുകൾ ഉള്ളതുകൊണ്ടാണ്. മിനിക്ക് നന്നായിട്ടറിയാം, മിനിയോടൊപ്പം കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് ന്യൂബോൺ ICUവിൽ. അപ്പോൾ ശരി, ഇപ്പോൾ ഞങ്ങൾ ലേബർ റൂമിൻ്റെ ടീം വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു ചികിത്സയുടെ ഭാഗം കൂടിയായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ലേബർ റൂമിനകത്ത് ചെറിയൊരു മ്യൂസിക് സിസ്റ്റം എന്ന് വെച്ചാൽ അടിപൊളിയല്ല, സാന്ത്വനമായിട്ടുള്ളൊരു മ്യൂസിക്. ഒരു ഗർഭിണി ഒരിക്കലും രോഗിയല്ലല്ലോ. അപ്പോൾ അവർക്ക് സമാധാനമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ, ലേബർ റൂം എന്ന് പറയുന്ന ഏരിയയിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിക് സിസ്റ്റം ഞങ്ങൾക്ക് അവിടെ ചെയ്തു തരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ, മ്യൂസിക് തെറാപ്പിയുടെ ഭാഗമായിട്ട് ചെറിയൊരു മ്യൂസിക് അതിനകത്ത്. അപ്പോൾ അത് അവർക്കൊരു ആശ്വാസം. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റൊരു പ്രൈവറ്റ് സെക്ടറിലെ ലേബർ റൂമിൻ്റെ ഏകദേശം ഏരിയയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ആളെ നിർത്തുന്നതും, ഡെലിവറിക്ക് നമ്മൾ ഫീമെയിൽ ഒരു ലേഡി ആയിട്ടുള്ള ബന്ധുവിനെ കൂടെ നിർത്തുന്നുണ്ട്. അവർക്ക് എങ്ങനെയൊക്കെ ആശ്വാസം നൽകാൻ പറ്റുമോ അതെല്ലാം നമ്മളിപ്പോൾ ചെയ്തു വരികയാണ്. അതുപോലെ തന്നെ ഈ മ്യൂസിക്കിനോട് ചേർന്നൊരു കാര്യമാണ് നല്ല കമ്മ്യൂണിക്കേഷൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നുവെച്ചൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു വാഗ്വാദങ്ങൾ മാറ്റി നിർത്താനായിട്ട്. ഏറ്റവും കൂടുതൽ വാഗ്വാദങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ് ലേബർ റൂമിൻ്റെ ചുറ്റുമുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് മാക്സിമം കുറയ്ക്കാനായിട്ട് ജീവനക്കാരെ എല്ലാം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിപ്പിക്കാനും, അല്ലെങ്കിൽ അവരോട് സംസാര രീതികൾ മാറ്റാനും, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഈ മ്യൂസിക് തെറാപ്പിയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഞങ്ങളുടെ സിസ്റ്റത്തെ കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുവരാനും കൂടുതൽ പേർക്ക് നല്ല ചികിത്സ കൊടുക്കാനും സാധിക്കും. ചികിത്സയല്ല, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷം കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും അനന്തലക്ഷ്മി മ്യൂസിക് എനിക്ക് കുറേ കാലമായിട്ട് അറിയാം. പക്ഷേ അതിനോടൊപ്പം ഇവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം കൂടി ഉണ്ടെന്നുള്ളത് എനിക്ക് ഇന്ന് കിട്ടിയ അറിവാണ്. രാജേഷ് പറഞ്ഞ പോലെ ഒരു കൈ അറിയുന്നത് മറ്റൊരു കൈ കൊടുക്കുന്നത് മറ്റൊരു കൈ അറിയരുതെന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ കൂടെ പോകുന്ന ഈ അനന്തലക്ഷ്മി മ്യൂസിക് ആൻഡ് ചാരിറ്റി സൊസൈറ്റിക്ക്, ഇതിൻ്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, പിന്നെ ഞങ്ങളുടെ SIT ഫാമിലിയുടെ കൊച്ചുമോളാണ് ഇവിടെ നമ്മുടെ പ്രയർ സോങ് പാടിയ കാർത്തിക. ഞാനിതിന് മുന്നും കണ്ടായിരുന്നു, അനിലിനോട് ഞാൻ ചോദിച്ചിരുന്നു മോളാണല്ലേ എന്ന്. ഞങ്ങളുടെ SIT ഫാമിലിയിലെ കുഞ്ഞ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും. അതോടൊപ്പം എനിക്ക് ഇങ്ങനെയൊരു അംഗീകാരം ഇവിടെ തരുന്ന അനന്തലക്ഷ്മി മ്യൂസിക്കിൻ്റെ എല്ലാ ഭാരവാഹികളോടും എനിക്കുള്ള നന്ദിയും കൂടെ ഞാൻ അറിയിക്കുകയാണ്. നമസ്കാരം. അടുത്തതായി ശ്രീമതി റാണി മോഹൻദാസിനെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പൊന്നാട അണിയിക്കുന്നതിനായി ശ്രീമതി മിനി ഓമനക്കുട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത ആദരവ് പ്രിയ സുഹൃത്ത് സുധി സുരേന്ദ്രനാണ്. സുധി സുരേന്ദ്രനെ ആദരിക്കുന്നതിനായി റാണി മേഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. മദ്രാസിൽ സിനിമാ മോഹവുമായി പോയ ആളാണ്. കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്ന ആളാണ്. ഇന്ന് പാൻ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്ന ഒരു താരം തന്നെയാണ് സുധി സുരേന്ദ്രൻ. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനും സുധി ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അന്ന് സുധി പറയുകയുണ്ടായി സ്വന്തമായി ഒരു സിനിമ ചെയ്യണമെന്ന്, സംവിധാനം ചെയ്യണമെന്ന്. പക്ഷെ അതിനു മുമ്പ് എൻ്റെ ഒരു ആഗ്രഹം പറയാണ്, 3 സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്.
ഒരു ഷോർട്ട് ഫിലിമെങ്കിലും എൻ്റെ കൂടെ സംവിധാനം ചെയ്യാൻ വന്നാൽ വളരെയധികം സന്തോഷം. സിസ്റ്റർ ലിനി പുതുശ്ശേരി അവാർഡ് വാങ്ങിച്ച സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ കെ ജ്യോതി സിസ്റ്ററിനെ ആദരവ് നൽകി സ്വീകരിക്കുകയാണ്. പൊന്നാട നൽകുന്നതിനായി പ്രിയ ഗായികയും ഗാനരചിതാവും മെലഡി സംഗീതരെ ഒന്നിച്ചുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ തന്നെ രൂപീകരിച്ചിട്ടുള്ള ശാന്തിയെ സ്വീകരിക്കും. അടുത്ത സ്വീകരണം സോഷ്യൽ കോർഡിനേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുകുന്ദൻ അവരുടെ ക്ഷണിക്കുക. ഇനി അനന്തലക്ഷ്മിയുടെ ഓരോ വർഷവും ഗായകരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷവും ആദരിക്കാത്ത ഗായകരുണ്ട്. അവരെ പേര് വിളിക്കും. ഓരോരുത്തരായി വേദിയിലേക്ക് വരിക. അനന്തലക്ഷ്മിയുടെ സൗണ്ട് ഓപ്പറേറ്റർ സജു സനൽകുമാറിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ വിജയികളെ പേര് വിളിക്കും. അതിനനുസരിച്ച് ഓരോരുത്തരായി സ്റ്റേജിലേക്ക് വരിക. ഇനി ആൽബത്തിൻ്റെതാണ്.
അടുത്തതായി അനന്തലക്ഷ്മിയുടെ പ്രിയ ഗായകൻ സുരേഷ് കുമാറിനെ കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ 11ാമത് അനന്തലക്ഷ്മി മ്യൂസിക്കിന്റെ വാർഷികമായിരുന്നു. അതിൻ്റെ സ്റ്റേജിലെ ഈശ്വര പ്രാർത്ഥന പാടി നമ്മുടെ സ്റ്റേജിനെ നല്ലൊരു ദൈവിക ശക്തിയാക്കി മാറ്റിയ കാർത്തികയ്ക്ക് എൻ്റെ പേരിലും അനന്തലക്ഷ്മി മ്യൂസിക്കിന്റെ പേരിലും നന്ദിയും കടപ്പാടും അറിയിച്ചിരുന്നു. അടുത്തതായി നമ്മുടെ അധ്യക്ഷ പദം അലങ്കരിച്ച ഓമനക്കുട്ടനെ എൻ്റെ പേരിലും അനന്തലക്ഷ്മി മ്യൂസിക്കിന്റെ പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുക. അതുപോലെ തന്നെ മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ് കർമ്മരത്ന കർമ്മശ്രേഷ്ഠ ആർഷധർമ്മ പുരസ്കാര അവാർഡ് ജേതാവായ റാണി മോഹൻദാസ് മേഡത്തെയും സമയം ഇല്ലെങ്കിലും നമ്മുടെ ഈ സംഘടന വിളിച്ചപ്പോൾ ഓടി സമയം കണ്ടെത്തി മേഡം ഈ വേദിയെ നല്ല ഒരു ദൈവീയ അനുഗ്രഹം തന്നെ തന്ന ഞങ്ങളുടെ പങ്കെടുത്ത എല്ലാ പേർക്കും അവര് നല്ല ഒരു ഉത്തേജകമായി മാറ്റിയ മേഡത്തിന് എന്റെയും അനന്തലക്ഷ്മി മ്യൂസിക്കിന്റെയും നന്ദിയും പറയുകയാണ്. പിന്നെ അടുത്തത് നന്ദി പറയാൻ വേണ്ടിയുള്ളത് മുഖ്യ പ്രഭാഷകനായിരുന്ന രാജേഷ് ബാലറാം അവർ. രാജേഷ് ബാലറാം എന്ന് പറയുന്നത് ഈ സംഘടനയുടെ നെടുന്തൂണാണ്. കാര്യം എന്ന് വെച്ചാൽ രാജേഷിന്റെ ഫാമിലിയിൽ ഉള്ള കാര്യം പോലും ഉപേക്ഷിച്ച് വെച്ച് ഈ സംഘടനയ്ക്ക് വേണ്ടി അതിരാത്രം പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് രാജേഷ് ബാലറാവു. ആ രാജേഷ് ബാലറാവുക്ക് എന്റെയും എന്റെ സംഘടനയുടെ പേരിലും അനന്തലക്ഷ്മിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി പറയാനുള്ളത് ശാന്തി ആലൻ, സംഗീത അധ്യാപക ഗാനരചയിതാവ്. ആ മേഡം മിനി എന്ന് പറയുന്നത് എൻ്റെ സഹോദരിയുടെ മകളാണ്. അവര് നമ്മളെ ഫാമിലിയായിട്ട് എല്ലാ രീതിയിലും സംഗീതം
ആസ്വദിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ വൈഫിൻ്റെ മാമനെന്ന് പറയുന്ന ബ്രഹ്മാനന്ദനാണ്. മരിച്ചുപോയ ബ്രഹ്മാനന്ദൻ്റെ ശേഷമാണ് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ രീതിയിലും സംഗീത കുടുംബമാണ്. പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ സംഗീതത്തോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. ദേവരാജൻ മാസ്റ്റർ അമ്മയെ ഒരുമിച്ച് പഠിച്ചതാണ്. പലവരാണ് കുടുംബം. അവരെല്ലാം ഫാമിലിയായിട്ടും നല്ല ബന്ധം പുലർത്തുന്നവരാണ്. പിന്നെ ആ ശാന്തിയലൻ മേഡത്തിനും എൻ്റെയും അനന്തലക്ഷ്മി സംഘടനയുടെയും നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. പിന്നെ അടുത്തതായി സുധി സുരേന്ദ്രൻ, മാർക്കോ മൂവി മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ ആ സുരേന്ദ്രൻ്റെയും നമ്മുടെ എൻ്റെ പേരിലും അനന്തലക്ഷ്മി മ്യൂസിക്കിൻ്റെ പേരിലും നന്ദി കടപ്പാട് അറിയിക്കുന്നു. പിന്നെ കെ ജ്യോതി, സംസ്ഥാന സർക്കാരിൻ്റെ സിസ്റ്റർ ലിനി പുതുശ്ശേരി അവാർഡ് ജേതാവാണ്. ജ്യോതിയും മിനിയും ഒരുമിച്ചാണ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു. ഞാൻ ഇതൊരിക്കലും കണ്ടിട്ടില്ല. ഇപ്പം വേദിയിൽ വന്നപ്പോഴാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ആ മേഡത്തിനും എൻ്റെയും അനന്തലക്ഷ്മിയുടെ പേരിലും നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. പിന്നെ മുകുന്ദൻ, ആൾ കേരള പ്രൊഫഷണൽ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ്. മുകുന്ദൻ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സാറിന്റെ പേരിലും അനന്തലക്ഷ്മിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. ജെയിംസ് മൈലച്ച്, സിത്താര പ്രോഗ്രാം ഏജൻസിയാണ്. സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. വരാൻ സാധിക്കാത്തത് ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആ ജെയിംസ് മൈലച്ചന് എൻ്റെ പേരിലും അനന്തലക്ഷ്മി മ്യൂസിക്കിന്റെ പേരിലും നന്ദി കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. വളരെ നല്ല രീതിയിൽ സിസ്റ്റം ആങ്കറിംഗ് ചെയ്ത ആൻസി അലനെ എൻ്റെ പേരിലും അനന്തലക്ഷ്മി മ്യൂസിക്കിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റം ഓപ്പറേറ്റർ സജു സനൽകുമാറിന്റെയും എൻ്റെ പേരിലും അനന്തലക്ഷ്മി മ്യൂസിക്കിന്റെ പേരിലും നന്ദി കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. പിന്നെ വേദിയിരിക്കുന്ന എല്ലാ സഹപ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും എൻ്റെ പേരിൽ അനന്തലക്ഷ്മിയുടെ പേരിലും നന്ദി കടപ്പാടും അറിയിക്കുകയാണ്.